സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയൊരു കാറ് വാങ്ങിയിട്ടില്ല, വാങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കാറെന്ന് പറഞ്ഞാൽ പിക്കപ്പ് ട്രക്ക് കേട്ടോ. പിക്കപ്പ് മീൻസ് മറ്റേ കൂട്ട് ഹൈലക്സ് കൂട്ട് ഇത് കൂടി പിക്കപ്പാണ്. ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുത്തായിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി എന്നൊക്കെ പറയണത്. സ്റ്റോക്ക് കേട്ടോ, ഫുള്ള് സ്റ്റോക്കാണ്. പിന്നെ അവന് ടർബോ മാത്രമേ വെച്ചിട്ടുള്ളൂ എക്സ്ട്രാ ആയിട്ട്. പിന്നെ നമ്പർ എന്ന് പറയണത് KL35J8765 എന്നാട്ടോ. പിന്നെ ഇൻറ്റീരിയർ ഞങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. അത്യാവശ്യം ക്ലീൻ ആയിട്ടിരിക്കുകയാണ്. ഇനി ഞാനിവിടെ നിന്ന് മിണ്ടിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ എല്ലാം ചെയ്തിട്ട് ഡെലിവറി ഒക്കെ എടുത്തിട്ടുണ്ട്, ക്യാഷൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് ഇപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എൻജിൻ എന്ന് വരുന്നത് അതാണ്ട് ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ എൻജിൻ അടിപൊളി എൻജിനൊക്കെയാണ്. ഓക്കെ, ഇങ്ങനെയാണ് എൻജിൻ വരുന്നുണ്ട്. അതിന് ഡിക്കി എന്ന് തുറക്കട്ടെ. ഡിക്കി മീൻസ് ഒരു ആ സംഭവം തുറക്കാം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നോർമൽ പിക്കപ്പ് ട്രക്കൊക്കെ കൂട്ട്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് വണ്ടിക്കകത്ത് കയറി പതുക്കെ നീങ്ങാം. ഓ, നല്ല ക്ലീനാക്കി വെച്ചേക്കൊണ്ട് ഇൻറ്റീരിയർ. അപ്പോൾ ഇന്ന് സ്റ്റാർട്ടാക്കി. ഓക്കെ, ഇൻറ്റീരിയറൊക്കെ ഇങ്ങനെയാണ്. മറ്റേ നാവിഗേഷനൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കാം. ഓ, നമ്മുടെ DRL വേണമെന്ന് കൊടുത്ത് നമ്മൾ ഫോഗ് ലൈറ്റ് വേണമെന്നത്. എന്നാലും അടിപൊളിയായി. നമുക്ക് അതൊക്കെ ഫ്രണ്ടിലേക്ക് എടുക്കാം. ഓ, ഇതാ പുറകോട്ട് വന്നു. ഫ്രണ്ടിലേക്ക് പോവാം. അപ്പോൾ ഇതെന്തോ ഫ്രണ്ടിലേക്ക് പോകാത്തെ. അതെ, ഫ്രണ്ട് പോയിട്ടുണ്ട്. സൗണ്ട് എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ടാണ് കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത സൗണ്ടാണ്. പക്ഷെ ഇത് ഓടിക്കാൻ ഒടുക്കത്തെ സുഖം കേട്ടോ. ഭയങ്കര സുഖമാണ് ഓടിക്കാൻ. ഇൻറ്റീരിയർ വിടട്ടെ. ഇത് ഭയങ്കര പുള്ളിങ്ങാണ്, ഇതിന് ടോർക്കാണ്. ഓ, സീൻ. ഓക്കെ, ഞാനൊന്ന് മാപ്പ് ഓണാക്കട്ടെ. ഇല്ലേ ഞാൻ വഴിയെ മറന്നു. എവിടെയെല്ലാം കാട്ടിൽ പോയി കിടക്കും. ആടെ. പക്ഷേ ഈ സംഭവത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളറിയാണ്ട് കാട്ടിൽ പോയി കിടക്കുന്നേ ഉള്ളൂ. ഈ ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ട് പോവാണേൽ. പക്ഷേ ഞാൻ അടിപൊളി കേട്ടോ. ഓ, നല്ല സുഖമുണ്ട് ഇത് ഓടിക്കാൻ തുടങ്ങിയ പിന്നെ നിർത്താൻ തോന്നത്തില്ല. ഷോ, അടിപൊളി സുഖം. അതിൻ്റെ ഇടയ്ക്ക് കുറേ എണ്ണം ഹോൺ ഓടിക്കും കേട്ടോ പറയുന്നത്. അതാണ് പ്രശ്നം. വാവ്, നൈസ്. നല്ല ഇപ്പം 150 കയറുന്നുണ്ട്. എൻ്റെ ടോള് വരുന്നു. സ്ലോ ആക്കാം. നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇത്ര സ്പീഡൊക്കെ ആടുന്നില്ല, കാരണം ചെറിയ റോഡായിപ്പോയി. ഞാൻ വീട്ടിലെത്തിയിട്ട് കാണാം. കൊണ്ടിടിച്ചങ്ങ് പോകും. എന്താ നമുക്കപ്പോൾ വീട്ടിൽ എത്തിയിട്ട് കാണാം കേട്ടോ. ഓക്കെ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വിൻഡറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒടുക്കത്തെ സ്കിഡാണ്. ഒത്തിരി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച മരുന്ന് മാറി തന്നിരുന്ന എന്ന് എടുത്തുകൊണ്ട് പോയായിരുന്നു. സൈഡ് ഒരേ കുഴപ്പമില്ല. അതിനിടയ്ക്ക് ആ സൂപ്പർക്കാരെ ഫ്രണ്ടിലേക്ക് എടുത്തുകൊണ്ട് പോയി. ഇത്രയും നേരം അവിടെ പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നത്. ഒത്തിരി സ്പീഡൊക്കെ കണ്ടില്ല, ബ്രേക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. ഈ അവിടെ ഒരു റൗണ്ട് പോകുന്ന സംഭവമുണ്ട്. കൊള്ളാം. നമ്മൾ ആ സൂപ്പറൊക്കെ കൊണ്ട് ഇടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നന്നാക്കാൻ നടക്കും. കുഴപ്പമില്ല, നമ്മുടെ ഗാരേജിനകത്ത് റിപ്പയറിങ്ങിൻ്റെ ആ സംഭവമുണ്ട്. എന്നാലും എടുത്തപ്പോൾ തന്നെ ഇടിച്ചല്ലോ. ഇടിച്ചു. പക്ഷെ അവൻ എന്നാ സുഖേടായിരുന്നു. എൻ്റെ ഇടിച്ചുകൊണ്ട് നിഴക്കൊക്കെ പോകും എൻ്റെ വണ്ടി. എൻ്റെ അടുത്തുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കൊണ്ട് റിപ്പയർ ആക്കണം നമ്മുടെ റിപ്പയറിങ്ങിൻ്റെ സംഭവത്തിൽ. ഓക്കെ, അടിപൊളി. ഞാൻ അതിനെ കൊണ്ടിടിച്ചു. തുറക്കണമായിരുന്നല്ലോ. ഞാൻ മറ്റേ പഴയ വീടിൻ്റെ ഓർമ്മയിൽ അങ്ങ് കൊണ്ട് കയറ്റിയതാണ്. കറിവേസ് പോട്ടെ. അതിലേക്ക് ന്യൂട്രലും കിട്ടും വീണ്ടും. പോട്ടെ. ആ ലൈറ്റ് മിക്കറിഞ്ഞ് ഇടിച്ച് പൊളിച്ചേ കയറത്തുള്ളൂ. നമുക്ക് അതിലേക്കൂടെ എടുക്കണം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിലേക്കൂടെ റിപ്പയർ ആക്കാനോണ്ട് അതിലേക്കൂടെ എടുത്തത്. ഓ, പടിപൊളി. ഇനി 2-3 ഫോട്ടോ ഒക്കെ എടുക്കണം.
നമുക്കൊന്ന് ഇറങ്ങി നോക്കണമല്ലോ നമ്മുടെ വണ്ടിയുടെ ചുറ്റും. അടിപൊളി വണ്ടി. നല്ല വില മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അടിപൊളി, സ്ക്രാച്ചൊന്നും ഇല്ല, സെറ്റാണ്. വീൽസും ഒക്കെ സ്റ്റോക്കാണ് കേട്ടോ. പിന്നെ ടർബോ മാത്രമേ എക്സ്ട്രാ വെച്ചിട്ടുള്ളൂ. ബാക്ക് സൈഡൊന്നും കുഴപ്പമില്ല. ലൈറ്റൊക്കെ വാങ്ങിച്ച പോലെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് എനിക്കൊരു ഫ്രണ്ടുണ്ട്, എൻ്റെ നെയ്ബർ ഫ്രണ്ട്. അവൻ്റെ ചാനൽ ഞാനൊന്ന് കാണിച്ചു തരാം. ടോമ്മി വേഴ്സ് വൈറ്റി എന്നാണ് കേട്ടോ പേര്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ അവൻ്റെ ചാനൽ, ടോമ്മി വേഴ്സ് വൈറ്റി. ഇതൊക്കെയാണ് അവൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലങ്ങ് പൊക്കി കൊണ്ടുപോയ പോലെ 101 അടിച്ച പോലെ ഇവനെയൊക്കെ ഒന്ന് സഹായിക്കണം. ഇച്ചിരി ഒരു മിനിറ്റ്. ഇവനെയൊക്കെ ഒന്ന് സഹായിക്കണം കേട്ടോ, അങ്ങ് ഫേമസ് ആക്കാൻ നമ്മളെ സഹായിച്ച പോലെ തന്നെ. ഓക്കെ, ഇതാണ് എൻ്റെ ചാനലെന്ന് പറയണത്. ഉണ്ട് ഞാൻ നോട്ടിഫിക്കേഷൻ അത് വേറെ ഫോണിൽ ഞാൻ ഓണാക്കിയിട്ടിരുന്നായിരുന്നു, കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ. അപ്പം നിങ്ങൾ പറ്റാവുന്നിടത്താണ് സബ്സ്ക്രൈബ് അങ്ങ് ചെയ്ത് വിടുക, അത്രയേ ഉള്ളൂ. നമുക്ക് തിരിച്ച് ഗെയിമിലേക്ക് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇൻറ്റീരിയറൊക്കെ സൂപ്പറായിട്ടുണ്ട്. നമുക്കൊന്ന് ബാക്ക് സീറ്റിൽ കയറി പതുക്കെ ഫ്രണ്ടിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ബാക്കിലെന്ന് പറയുന്നത് വലിയ കാര്യമൊന്നും ആയിട്ടില്ല പറയാൻ. ഇവിടെ ഒരു കപ്പ് ഹോൾഡറൊക്കെ വെച്ചിട്ടുണ്ട്, മറ്റേ ആംറസ്റ്റ് പ്ലസ് കപ്പ് ഹോൾഡർ അങ്ങനെ സംഭവം. പിന്നെ ഇവിടെ അത് കപ്പ് ഹോൾഡർ. പിന്നെ അവിടെ AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടൊന്ന് പോകണമല്ലോ, പിന്നെ ടാസ്ക് ആട്ടോ ഇത് നീക്കിക്കൊണ്ട് പോകാൻ. ഇവിടെ AC വെൻ്റ് വെച്ചിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയിലാണ് വെച്ചിരിക്കുന്നത്, അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മുടെ ഗ്ലോ ബോക്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ AC വെൻ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ അവിടെ റിയർ സീറ്റ് ബെൽറ്റ് എന്ന സംഭവം ഉണ്ടോ, തന്നെയാണോ എന്തോ. പിന്നെ നമ്മുടെ സ്ക്രീൻ, ഇവിടെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്. ഓട്ടോമാറ്റിക് തന്നെ, നോക്കട്ടെ. 2 പെടലേ ഉള്ളൂ, ഓട്ടോമാറ്റിക് തന്നെ. ഇങ്ങനെ ഇറങ്ങാം. നമ്മളിറങ്ങി. യെസ്. ഇനിയിപ്പോൾ എന്നാ പറയാനുള്ളത്, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.